Hello. Plus 2 le നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ കൈനറ്റിക്സിലെ previous year questions നോക്കാം നമുക്ക്. Okay, so let's start with the questions. First question. An archaeological substance contained wood had only 66.66% of the carbon-14 found in a tree. Calculate the age of the sample if the half-life of carbon-14 is 5,730 years. So carbon dating ആണ് ഇവിടുത്തെ സംഗതി. നമുക്കൊരു archaeological substance തന്നിട്ടുണ്ട്. അതിലാകെ 66.66% of carbon-14 ഉള്ളൂ. And അങ്ങനെയാണെങ്കിൽ ആ ഒരു സാമ്പിളിന്റെ ഏജ് എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതിന്റെ കൂടെ തന്നെ carbon-14 ഹാഫ് ലൈഫും തന്നിട്ടുണ്ട്. സോ carbon-14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐസോട്ടോപ്പ് ആണ്. സോ റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അതിന് റേഡിയോ ആക്റ്റീവ് ഡീകേ സംഭവിക്കും. ആൻഡ് റേഡിയോ ആക്റ്റീവ് ഡീകേ ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സോ റേഡിയോ ആക്റ്റീവ് ഡീകേ ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. സോ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് എല്ലാം ഈ ഒരു കേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ integrated rate equation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K is equal to 2.303 divided by T log of R0 divided by R എന്നുള്ളതാണ്. സോ ഇവിടെ K എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ആണ്, T എന്ന് പറഞ്ഞാൽ ടൈം ആണ്, R0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ കോൺസെൻട്രേഷൻ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടി ആണ്, ഏജ് ആണ്, സാമ്പിളിന്റെ ഏജ് ആണ്, അതായത് ആർ കോൺസെൻട്രേഷൻ ഇരിക്കുന്ന സമയത്തുള്ള ടൈം, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കെ നമുക്ക് തന്നിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, ബട്ട് വി ക്യാൻ കാൽക്കുലേറ്റ്. R0 എന്ന് പറയുമ്പോൾ നമുക്ക് 66.66% ഓഫ് ദ സാമ്പിൾ ആണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിന് നമ്മൾ ഫൈനൽ കോൺസെൻട്രേഷൻ ആയിട്ട് എടുക്കുക. അപ്പോ ഇത്രയും പെർസെന്റേജ് ആണ് ഫൈനൽ കോൺസെൻട്രേഷൻ എങ്കിൽ ഇനീഷ്യലി അവിടെ എത്ര ഉണ്ടാവും? Obviously there will be 100% of carbon-14. So നമ്മൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100% ആയിട്ടും 100 ആയിട്ടും ഫൈനൽ കോൺസെൻട്രേഷൻ ആയിട്ട് 66.66 എടുക്കുക. ദെൻ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. K is equal to 0.693 divided by T half. Okay, so T half നമുക്ക് തന്നിട്ടുണ്ട് 5,730 years. സോ അത് ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെ കിട്ടും. ഓക്കെ, ഇയർ ഇൻവേഴ്സ്. സോ കെ നമുക്ക് കിട്ടി. കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സോ ഈ ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ടീനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. സോ വിൽ ഗെറ്റ് ടി ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡ് ബൈ കെ ലോഗ് ഓഫ് R0 ഡിവൈഡ് ബൈ ആർ. എല്ലാ വാല്യൂസും ആയി ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 2.303 ഇത് നമ്മുടെ കെ വാല്യൂ ആണ്, ലോഗ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ. സോ ആൻസർ ആയിട്ട് നമുക്ക് 3,352.38 ഇയേഴ്സ് എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ സാമ്പിളിന്റെ ഏജ് കണക്കാക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് K ഓഫ് എ റിയാക്ഷൻ ഡിപെൻഡ്സ് ഓൺ ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ഓക്കെ, ഒരു റിയാക്ഷന്റെ ഒരു റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിയാക്ഷന്റെ ഓർഡറിനെ ഡിപെൻഡ് ചെയ്യും. ഓക്കെ, ഇഫ് കോൺസെൻട്രേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മോൾ പെർ ലിറ്റർ ആൻഡ് ടൈം ഇൻ സെക്കൻഡ്സ്, ഫൈൻഡ് ദ യൂണിറ്റ് ഓഫ് കെ ഫോർ 0, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, 0 ഓർഡർ, ഈ 3 ഓർഡർ ഓഫ് റിയാക്ഷൻസിന്റെയും കെ അതായത് റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്താ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് തന്നിട്ടുള്ളത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ് എങ്കിലും അതിലെ കെയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മോൾ പെർ ലിറ്റർ ഓൾ റേസ് ടു 1 മൈനസ് n ടൈം റേസ് ടു 1 മൈനസ് 1 ടൈം റേസ് ടു -1 എന്നതാണ്. സോ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഏതൊരു ഓർഡറിന്റെയും യൂണിറ്റ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. സോ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് 0 ഓർഡർ റിയാക്ഷന്റെ ആണ്. സോ ഇതില് ഈ തന്നിട്ടുള്ളതിൽ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 0 ഓർഡറിനാണ്. സോ നമുക്ക് ഇതിൽ കൊടുത്തു നോക്കിയാൽ എന്താ കിട്ടുക? മോൾ പെർ ലിറ്റർ റേസ് ടു 1 മൈനസ് 0, ടൈം തന്നിട്ടുള്ളത് സെക്കൻഡിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സെക്കൻഡ് ഇൻവേഴ്സ്. ഇത് മൊത്തത്തിൽ
1 ആയിരിക്കും. സോ എന്താ നമുക്ക് കിട്ടുക? മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. സോ അതായിരിക്കും സീറോ ഓർഡർ റിയാക്ഷന്റെ കെയുടെ യൂണിറ്റ്. സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കെയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടുക? മോൾ പെർ ലിറ്റർ റേസ് ടു 1 minus 1 second inverse. So 1 minus 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. So this whole term will become 0. So second inverse ആയിരിക്കും first order reactionന്റെ യൂണിറ്റ്. Then second order reaction ആണ് എങ്കിൽ mole per liter whole raised to 1 minus 2 second inverse. So 1 minus 2 എന്ന് പറയുമ്പോൾ minus 1 ആണ്. So mole raised to minus 1 liter raised to minus 1 ഈ minus 1 കൂടെ ആകുമ്പോൾ plus 1 ആകും. Then second inverse. So mole inverse liter second inverse. ഇതായിരിക്കും ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ കെയുടെ യൂണിറ്റ്. സോ ഇങ്ങനെ ഏതൊരു ഓർഡർ തന്നു കഴിഞ്ഞാലും നമുക്ക് ഈസി ആയിട്ട് അതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ കഴിയും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The value of rate constant K of a reaction depends on temperature. From the values of K at two different temperatures, the Arrhenius parameters EA and A can be calculated. ഈ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് രണ്ട് ഡിഫറെന്റ് വാല്യൂസ് ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള കെയുടെ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ അരീനിയസ് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള എ ഈ രണ്ടെണ്ണത്തിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, സോ നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേറ്റ് കോൺസ്റ്റൻസ് ഓഫ് റിയാക്ഷൻ അറ്റ് 1000 Kelvin and 1060 Kelvin are 0.01 and 0.1 respectively. Find the values of EA and A. അപ്പോൾ രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അതിലെ കെ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇഎയുടെയും എയുടെയും വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കാം? ഇഎ കണ്ടുപിടിക്കാം. അരീനിയസ് ഇക്വേഷന്റെ മറ്റൊരു ഫോമാണ് ഇത്. സോ ലോഗ് K2 by K1 is equal to EA by 2.303 R T2 minus T1 divided by T1 into T2. So T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ടെമ്പറേച്ചർ, T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ടെമ്പറേച്ചർ. T2 അതായത് ഹയർ ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് K2, ലോവർ ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് K1. EA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവേഷൻ എനർജിയാണ്. ആൻഡ് R is യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. സോ T1 തന്നിട്ടുണ്ട് 1000 ആണ്, K1 0.01 ആണ്, T2 1060 ആണ്, K2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 ആണ്. ആറിന്റെ വാല്യൂ എല്ലാവർക്കും അറിയുന്നതാണ് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. സോ എല്ലാ ടേംസും ആയിട്ടുണ്ട് ഈ ഇക്വേഷനിലുള്ള. ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഇവിടെ നമുക്ക് ജൂൾ പെർ മോൾ എന്ന യൂണിറ്റിലാണുള്ളത്. ജൂളിനെ നമ്മൾ കിലോ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1000 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 338.266 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഇഎ വാല്യൂ. സോ ഇഎ വാല്യൂ നമുക്ക് കിട്ടി. ഇനി അരീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അരീനിയസ് ഇക്വേഷന്റെ ഫോം. K is equal to A into e raised to minus EA by RT. നേരത്തെ പറഞ്ഞ അതേ ടേമുകൾ തന്നെയാണ്. K റേറ്റ് കോൺസ്റ്റന്റ് ആണ്, A അരീനിയസ് പാരാമീറ്റർ ആണ്, e to the power മൈനസ് EA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവേഷൻ എനർജി ആണ്, R ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, T ടെമ്പറേച്ചർ ആണ്. സോ നമുക്ക് ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറും അതിന്റെ K വാല്യൂ എടുത്തിട്ട് നേരെ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഈ ലോ ടെമ്പറേച്ചർ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എയെ നമ്മൾ ഒരു സൈഡിലോട്ട് എടുത്തിട്ട് ബാക്കിയുള്ളതിനെ മറ്റേ സൈഡിലോട്ട് കൊണ്ടുപോയിട്ട് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും നമുക്ക് ഇക്വേഷൻ. ദെൻ ഡയറക്റ്റ് വാല്യൂസ് കൊടുത്താൽ ഇങ്ങനെ കിട്ടും. ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫൈനൽ വാല്യൂ കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നും ഇല്ല. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The order of a reaction can be 0 and even a fraction, but molecularity cannot be 0 or a non-integer. Order എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷന്റെ ഓർഡർ വേണമെങ്കിൽ 0 ആകാം, അല്ലെങ്കിൽ ഫ്രാക്ഷൻ പോലും ആവാം.
ബട്ട് മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആവാൻ കഴിയില്ല, നോൺ ഇന്റിജർ ആയിട്ടുള്ള ഒരു വാല്യൂ ആവാനും പറ്റില്ല. ദെൻ what do you mean by order of reaction? Order of reaction എന്ന് പറഞ്ഞാൽ എന്താണ്? So order of reaction is the sum of the powers of the concentration terms of the reactants in the rate law. So rate law എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ rate is equal to k into a raised to x b raised to y. ഏകദേശം ഈ ഒരു ഫോമിൽ വരുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ റേറ്റ് ലോ എന്ന് പറയാം. സോ ഇതിലുള്ള കോൺസെൻട്രേഷൻ ടേമിന്റെ, ഇത് എയുടെ കോൺസെൻട്രേഷൻ ഓഫ് എ, ദെൻ ഇത് കോൺസെൻട്രേഷൻ ഓഫ് ബി, ഇങ്ങനെയുള്ള കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകളുടെ, ഇവിടെ എ എന്ന കോൺസെൻട്രേഷൻ ടേമിന്റെ പവറാണ് എക്സ്, ബി എന്ന കോൺസെൻട്രേഷൻ ടേമിന്റെ പവറാണ് വൈ. സോ ഈ ഒരു റിയാക്ഷൻ, ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷന്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആയിരിക്കും. സോ അതാണ് ഓർഡർ എന്ന് പറഞ്ഞാൽ. ദെൻ what is molecularity of a reaction? Molecularity of a reaction എന്ന് പറഞ്ഞാൽ എന്താണ്? Molecularity of a reaction is the total number of reacting species collides simultaneously in a chemical reaction. So ഒരു chemical reaction നടക്കണമെങ്കിൽ അവിടെ reacting speciesന്റെ collision നടക്കണം. അങ്ങനെ ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടി simultaneous ആയിട്ട് ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരേ സമയം കൊളൈഡ് ചെയ്യുന്ന റിയാക്ടിങ് സ്പീഷീസിന്റെ നമ്പറിനെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് പറയും. സോ അതൊരു നമ്പർ, ഒരു ഈ റിയാക്ടിങ് സ്പീഷീസിന്റെ നമ്പർ ആയതുകൊണ്ടാണ് അത് 0യോ നോൺ ഇന്റിജറോ ആകാൻ പറ്റാത്തത്. ഓക്കെ, സോ the conversion of molecules A to B follows second order kinetics. If concentration of A is increased to 3 times, how will it affect the rate of formation of B? So A to B എന്ന ഒരു ഇക്വേഷൻ, ഒരു റിയാക്ഷൻ ആണ്, സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഇത് ഫോളോ ചെയ്യുന്നത് എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ എയുടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ 3 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഫോർമേഷന്റെ റേറ്റ് എത്രത്തോളം ചേഞ്ച് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. സോ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? നമ്മുടെ എയുടെ റിയാക്ടന്റിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എക്സ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ റേറ്റിലോ നമുക്ക് ഇങ്ങനെ എഴുതാം, ആർ ഇസ് ഈക്വൽ ടു k into x raised to 2 എന്ന് എഴുതാം. ദെൻ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിന്റെ ഇതിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു? നമ്മൾ 3 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സ് എന്നുണ്ടായിരുന്നത് ഇപ്പൊ എന്തായി? 3x എന്ന് ആയി. അങ്ങനെ വരുമ്പോ നമ്മുടെ പുതിയ റേറ്റ് ലോ എന്തായിരിക്കും? R1 is equal to k into 3x whole to the power 2 എന്ന് വരും. സോ 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. ആ 9 നമ്മൾക്ക് ബ്രാക്കറ്റിന്റെ പുറത്തോട്ട് എടുക്കാം. ദെൻ 9 into k into x to the power 2 എന്ന് കിട്ടും. സോ ഇവിടെയുള്ള ഈ ടേം k into x to the power 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ R ആണ്. ഇനീഷ്യലി നമ്മൾ എടുത്തിട്ടുള്ള R ആണ്. അതായത് പുതിയ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ റേറ്റിന്റെ 9 ടൈംസ് ആണ്. അതായത് നമ്മുടെ റിയാക്ഷന്റെ റേറ്റ് 9 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The hydrolysis of an ester in acidic medium is a first order reaction. എസ്റ്ററിന്റെ അസിഡിക് മീഡിയത്തിലുള്ള ഹൈഡ്രോളിസിസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു റിയാക്ഷന്റെ ഓർഡർ 1 ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയാം. ഇവിടെ ഹിയർ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു 1. ഓ ഇറ്റ് ഈസ് എ റിയാക്ഷൻ ഇൻ വിച്ച് rate of the reaction is directly proportional to the concentration of the reactant. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ആ റിയാക്ഷന്റെ റേറ്റ് എങ്കിൽ അതിനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് എന്ന് പറയും. അതിന്റെ റേറ്റിലോ വരുന്നത് ഈ ഒരു ഫോമിലായിരിക്കും. R is equal to k into concentration of R to the power 1. Okay. And what is the relation between rate constant and half-life period of first order reaction? നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ കണ്ട റിലേഷൻ തന്നെയാണ്. K is equal to 0.693 divided by T half. Half-life period of a first order reaction is 20 seconds. How much time will it take to complete 90% of the reaction? So T half നമുക്ക് തന്നിട്ടുണ്ട് 20 സെക്കൻഡ് ആണ് എന്ന്. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം?
k കണ്ടുപിടിക്കാം. സോ k is equal to 0.693 divided by 20. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.03465 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടും. സോ നമുക്ക് k കിട്ടി. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. k കിട്ടിയിട്ടുണ്ട്. 2.303 divided by t ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. r0 എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. നമുക്കിവിടെ പെർസെന്റേജിൽ തന്നതുകൊണ്ട് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമുക്ക് 100 ആയിട്ട് എടുക്കാം. ദെൻ ഫൈനൽ കോൺസെൻട്രേഷൻ ടു കംപ്ലീറ്റ് 90% ഓഫ് ദ റിയാക്ഷൻ എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ റിയാക്ഷൻ തുടങ്ങിയെടുത്തുനിന്ന് വെച്ച് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 90%ഓളം റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ബാക്കി നമുക്ക് എന്തുണ്ടാവുക? 100 മൈനസ് 90, അതായത് ആകെ 10% മാത്രമേ അവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. സോ നമ്മുടെ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യാം. t is equal to 2.303 divided by k log of r0 divided by r. ഇവിടെ k യുടെ വാല്യൂ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ k. r0 100 ആണ്. r എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് r എന്ന് പറഞ്ഞാൽ 10 ആണ്. ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 66.46 seconds എന്നാണ് വരിക. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. Rate of a reaction is the change in concentration of any one of the reactants or any one of the products in unit time. Express the rate of the following reaction in terms of reactants and products. Reactantsന്റെയും പ്രൊഡക്റ്റിന്റെയും ടേമിൽ ഈ തന്നിട്ടുള്ള ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യാനാണ്, എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആർ റേറ്റ് നമുക്ക് ഒന്നെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എടുക്കാം, അല്ല എങ്കിൽ നമുക്ക് ആവറേജ് റേറ്റ് എടുക്കാം. ഓക്കെ, ദെൻ എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ എന്താണോ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് ആയിട്ട് വന്നിട്ടുള്ളത് അതിന് നമുക്ക് 1 ആ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് എന്ന ഫോമിൽ എഴുതാം. എല്ലാത്തിനും റിയാക്ടന്റ് ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും. ഇനി റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ മൈനസ് സൈൻ ഉണ്ടാകും. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ടേം വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് പറയുന്നെങ്കിൽ അവിടെ പ്ലസ് സൈനും ആണ് ഉണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ഇവിടെ HI എന്ന് പറഞ്ഞ റിയാക്ടന്റ് ആണ്. അതിന്റെ കൂടെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് ആയിട്ട് 2 വരുന്നുണ്ട്. സോ -1/2 d of concentration of HI divided by dt is equal to, ഇത് റേറ്റ് ആണ്, അതിനോട് സെയിം ആയിരിക്കും, അതിനോട് ഈക്വൽ തന്നെ ആയിരിക്കും എനി വൺ ഓഫ് ദ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എനി വൺ ഓഫ് ദ റിയാക്ടന്റിനെ റെസ്പെക്റ്റീവ് ആയിട്ട് നമുക്ക് റേറ്റ് പറയാൻ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. is equal to dH2 by dt is equal to di2 by dt. ഇവിടെ ഈ d എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയ ഒരു ചേഞ്ചിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്നത്. റേറ്റ് ആവറേജ് ആകുമ്പോൾ ഈ ഒരു ഇന്റർവെൽ കുറച്ചുകൂടെ വലുതാവും. സോ അങ്ങനെ വലുതാവുന്ന ആ ഇന്റർവെൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഡെൽറ്റ സൈൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the rate expression for the above reaction is rate is equal to k into HI square, what is the order of the reaction? ഇതാണ് ഇതിന്റെ റേറ്റ് ലോ എങ്കിൽ, റേറ്റ് എക്സ്പ്രഷൻ എങ്കിൽ അതിന്റെ ഓർഡർ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ റേറ്റ് എക്സ്പ്രഷനിലുള്ള കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറിന്റെ സം ആണ് നമ്മൾ ഓർഡർ എന്ന് പറയാം. ഇവിടെ ആകെ ഒരൊറ്റ കോൺസെൻട്രേഷൻ ടേമേ നമുക്കുള്ളൂ, അതിന്റെ പവർ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ് വന്നുള്ളത്. സോ the order of the reaction is 2. This is a second order reaction. Define order of reaction. Order of reaction എന്താണെന്നുള്ളത് നമ്മൾ already define ചെയ്തതാണ്, same definition. Whether the molecularity and order of the above reaction are same, give reason. ഇതൊരു elementary reaction ആണ്, അതായത് single step reaction ആണ്. So single step reaction ആണ് എങ്കിൽ അതിന്റെ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്സിന്റെ സം തന്നെയായിരിക്കും. സോ ഇവിടെ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ 2 ആണ്, ഓർഡർ എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു. സോ ഇവിടെ ഓർഡർ മോളിക്കുലാരിറ്റി രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ രണ്ടും 2 ആയിട്ടാണ് വരുന്നത്. Let's move on to the next question. For a first order reaction, half-life period is independent of initial concentration of its reacting species. Okay, first order reaction half life period എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ ഇൻഡിപെൻഡന്റ് ആണ്.
വാട്ട് ഈസ് മെന്റ് ബൈ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് റിയാക്ഷൻ? ഒരു റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിച്ചത്. സോ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ടൈം ടേക്കൺ ഫോർ ഹാഫ് ഓഫ് റിയാക്ഷൻ ടു കംപ്ലീറ്റ്. ഒരു റിയാക്ഷന്റെ പകുതി കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യൽ ആയിട്ട് എടുത്തുള്ള കോൺസെൻട്രേഷന്റെ പകുതി റിയാക്ട് ചെയ്ത് തീരാൻ വേണ്ട സമയത്തിനാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈ ഡിറൈവിംഗ് ദ ഇക്വേഷൻ ഫോർ ടി ഹാഫ് of first order reaction, prove that T half is independent of initial concentration of reacting species. So initial concentration of reacting species ne independent aanu first order reaction T half ennu nammal parnu. So adu derive cheyidu kanikkananu parnattu. So first order reaction de integrated rate equation ennu parnal idana K is equal to 2.303 divided by T log of R naught divided by R. So T half ennu parnal pagudi reaction complete avuna time aanu nammal parnu. So T half ആയിരിക്കുമ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ ഹാഫ് ആയിരിക്കുമല്ലോ. സോ R is equal to R naught divided by 2. ഈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോയിൽ അപ്ലൈ ചെയ്യുക. സോ K is equal to 2.303 divided by T half log of R naught divided by R naught by 2. ഓക്കെ, സോ ഈ R naught ഉം ക്യാൻസൽ ചെയ്ത് പോകും. ഈ 1/2 എന്നിവിടെ വരുന്നത് മുകളിലോട്ട് പോകും. സോ നമുക്ക് ഫൈനലി എന്താ കിട്ടുക? നമുക്ക് ടി ഹാഫിന്റെ എക്സ്പ്രഷൻ ആണ് വേണ്ടത്. സോ നമ്മൾ ടി ഹാഫിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി കെ ഈ സൈഡിലോട്ട് കൊണ്ടുവന്നു. സോ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 2.303 ഡിവൈഡ് ബൈ കെ ഇൻറ്റു ലോഗ് 2. ഈ 2 ആണ് ഈ 2. ഓക്കെ, സോ ലോഗ് 2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.3010 എന്നാണ്. സോ 2.303 ഇൻറ്റു 0.3010 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.693 എന്നുള്ളത്. സോ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡ് ബൈ കെ. സോ നമുക്കറിയാം ഈ ഇക്വേഷനിൽ ആർ നോട്ടിന്റെയോ ആറിന്റെയോ ടേംസ് കാണുന്നില്ല. സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷനുമായിട്ട് ഇൻഡിപെൻഡന്റ് ആണ് എന്നാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദ zero order reaction means that the rate of a reaction is independent of the concentration of the reactant. Reactant concentration independent ആണ് ഒരു റിയാക്ഷന്റെ റേറ്റ് എന്നാണ് സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. റൈറ്റ് an example for a zero order reaction. Zero order reactionന്റെ ഒരു എക്സാമ്പിൾ തരാനാണ് പറയുന്നത്. സോ decomposition of gaseous ammonia at the surface of hot platinum metal at high pressure. സോ ഇവിടെ പ്ലാറ്റിനം മെറ്റൽ കാറ്റലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഹൈ പ്രഷറിൽ ഈ കാറ്റലിസ്റ്റിന് സർഫേസ് മൊത്തം ആയിട്ട് ഗ്യാഷ്യസ് അമോണിയ വന്നിട്ട് ഓക്യുപ്പൈ ചെയ്യും. സോ അതിനുശേഷം അതിലുള്ള കണ്ടീഷൻസിൽ എന്ത് മാറ്റം വന്നു കഴിഞ്ഞാലും ഇതിന്റെ അമോണിയയുടെ കോൺസെൻട്രേഷൻ പിന്നെ ഫർദർ ആ റിയാക്ഷന്റെ റേറ്റിനെ എന്ത് ചെയ്യുന്നില്ല, അഫക്ട് ചെയ്യുന്നില്ല. സോ അതുകൊണ്ടാണ് ഈ റിയാക്ഷൻ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ ആവുന്നത്. ദെൻ write the integral rate expression for the zero order reaction. R gives P. R gives P, അതായത് reactant gives P എന്ന ഒരു zero order reaction ഉണ്ടെങ്കിൽ അതിന്റെ integral rate expression എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ zero order reaction integral rate expression എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K is equal to R naught minus R divided by T എന്നാണ് വരുന്നത്. Okay, next question. The conversion of a molecule A to B follows second order kinetics. A to B എന്ന ഒരു കൺവേർഷൻ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട്. റൈറ്റ് ദ റേറ്റ് ഇക്വേഷൻ ഫോർ ദ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് ഇക്വേഷൻ എഴുതാം. സോ റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ടു ദ പവർ 2. സോ ഇവിടെ ഓർഡർ 2 ആണെന്ന് നമുക്ക് കാണാം. ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ഇൻക്രീസ്ഡ് 4 times, ഹൗ വിൽ ഇറ്റ് അഫക്ട് ദ ഫോർമേഷൻ ഓഫ് ബി? നേരത്തെ ചെയ്ത അതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ഇനീഷ്യലി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എ ആയിരുന്നു. ദെൻ നമ്മൾ അതിന്റെ കോൺസെൻട്രേഷൻ 4 times ഇൻക്രീസ് ചെയ്തു. സോ നമുക്ക് 4A എന്ന് കിട്ടി. നൗ ന്യൂ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഇൻറ്റു 4A ഹോൾ ടു ദ പവർ 2 ആണ്. സോ 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. നമുക്ക് പുറത്തോട്ട് എടുക്കാം. ഇത് നമ്മുടെ ഇനീഷ്യലി ഉള്ള റേറ്റ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ റേറ്റ് ഇവിടെ 16 times ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ദെൻ indicate the order and molecularity of the reaction given below. തന്നിട്ടുള്ള റിയാക്ഷന്റെ ഓർഡർ മോളിക്കുലാരിറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗറിന്റെ ഇക്വേഷൻ ആണ്. ഇത് കെയിൻ ഷുഗറും ഗ്ലൂക്കോസും ഫ്രക്ടോസും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ
ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 1 ഉം മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ മോളിക്കുലാരിറ്റി 2 ആയതുകൊണ്ട് ഓർഡറും 2 ആയിരിക്കും എന്ന് നമുക്ക് തോന്നും. പക്ഷെ ആക്ച്വലി ഇറ്റ്സ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സോ അതിനെ നമ്മൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, consider a general reaction AA plus BB gives CC plus DD. The rate expression for the reaction is R is equal to K concentration of A to the power X concentration of B to the power Y. Establish the significance of A plus B and X plus Y in terms of order and molecularity. ഇവിടെ A plus B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻസിന്റെ സം ആണ്. സോ ഈ എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോളിക്കുലാരിറ്റി ആണ്. ദെൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് എക്സ്പ്രഷനിലുള്ള റേറ്റ് ലോയിലുള്ള കോൺസെൻട്രേഷൻ ടേംസിന്റെ പവേഴ്സിന്റെ സം ആണ് എക്സ് പ്ലസ് വൈ. അപ്പോൾ ഈ പവേഴ്സിന്റെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയാം. ഓക്കെ, എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ആണ്. സോ അതിൽ തന്നിട്ടുള്ളതിൽ ഒന്ന് മോളിക്കുലാരിറ്റി ആണ്, രണ്ടാമത്തത് ഓർഡറും ആണ്. Okay, next question, write any two differences between order and molecularity. ഓർഡറും മോളിക്കുലാരിറ്റി തമ്മിലുള്ള ഏതെങ്കിലും രണ്ട് ഡിഫറൻസസ് എഴുതാനാണ് പറഞ്ഞത്. സോ ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിന്റെ ഡെഫിനേഷൻ തന്നെ. ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സം ഓഫ് ദ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. റേറ്റ് ലോ എക്സ്പ്രഷനിലുള്ള കോൺസെൻട്രേഷൻ ടേംസിന്റെ പവേഴ്സിന്റെ സം ആണ് ഓർഡർ എന്ന് പറഞ്ഞാൽ. ദെൻ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് reactant species collide simultaneously in a chemical reaction. Then നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. It is an experimental quantity. Order എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ്. Then molecularity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. Then order it can be zero or fractional. നമുക്ക് സീറോ ഓർഡർ ഉണ്ടാകാം or fractional ഓർഡറും ഉണ്ടാകാം. But molecularity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോയോ ഫ്രാക്ഷനോ ആവാൻ പറ്റില്ല. Question B, reactions with zero order are possible, but zero molecularity is not. Justify the statement. എന്തുകൊണ്ടാണ് സീറോ ഓർഡർ റിയാക്ഷൻ പോസിബിൾ ആയിരിക്കുന്നതും സീറോ മോളിക്കുലാരിറ്റി പോസിബിൾ അല്ലാത്തതും എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചത്. സോ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ ഒരു റിയാക്ഷന്റെ റേറ്റ് ലോയുടെ കോൺസെൻട്രേഷൻ ടേമിന്റെ പവറിന്റെ സം ആണ്. അതായത് ഈ ഒരു റിയാക്ഷൻ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന് ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു റിയാക്ഷൻ നമുക്ക് പോസിബിൾ ആണ്. ബട്ട് മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈമിൾട്ടേനിയസ് ആയിട്ട് കൊളൈഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടി കൊളൈഡ് ചെയ്യുന്ന റിയാക്ടിങ് സ്പീഷീസസിന്റെ എണ്ണമാണ്. സോ സീറോ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ റിയാക്ടൻസിന്റെ കൊളീഷൻ തന്നെ നടക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ റിയാക്ടൻസ് ഇല്ല എന്നൊരു മീനിങ് ആണ് വരിക. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണ് സീറോ ഓർഡർ പോസിബിൾ ആവുന്നതും സീറോ മോളിക്കുലാരിറ്റി പോസിബിൾ ആവാത്തതും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ്സ് ഓൾസോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Unit of rate constant K of a reaction depends on the order of the reaction. Values of K of two reactions are given below. Find the order of each. നേരത്തെ പറഞ്ഞ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷന്റെ ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ താഴെ കുറച്ച് K വാല്യൂസ് തന്നിട്ടുണ്ട്, അതിന്റെ ഓർഡർ എന്താണ് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഒന്നാമത്തതിന്റെ K വാല്യൂയുടെ ഓർഡർ വരുന്നത് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ഇത് സീറോ ഓർഡറിന്റെ യൂണിറ്റ് ആണ്. എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. ദെൻ സെക്കൻഡ് K വാല്യൂയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ മോൾ ലിറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ്. ഇത് സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റും ആണ്. ഓക്കെ, റൈറ്റ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് കാണിച്ചതാണ്. സോ K is equal to 2.303 divided by T log of R0 divided by R. ഇതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഓക്കെ, rate constant of a first order reaction is 5 into 10 to the power minus 2 second inverse. Find the half life of the reaction. നമുക്ക് ഇവിടെ റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, ഹാഫ് ലൈഫ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ T half is equal to 0.693 divided by K. ഇതാണ് ഇക്വേഷൻ.
കെ നമുക്ക് തന്നിട്ടുണ്ട്, കെ തന്നിട്ടുണ്ട്, ടി ഹാഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് കെയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ടി ഹാഫിന്റെ വാല്യൂ കിട്ടും. സോ 13.86 സെക്കൻഡ് എന്നാണ് നമുക്ക് ടി ഹാഫിന്റെ വാല്യൂ കിട്ടിയിട്ടുള്ളത്. സോ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് പാർട്ട് 2 ചെയ്യാം. സോ ടിൽ ദെൻ ബൈ.